ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഏത് നിമിഷവും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം ഉണ്ടായേക്കാം എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിന് പിന്നാലെ ഇപ്പോൾ അമേരിക്കയിൽ നിന്നും ഒരു മുന്നറിയിപ്പ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഒരു വഴിയെക്കുറിച്ച്, പാകിസ്ഥാന്റെ ഒരു ആക്രമണ ശൈലിയെക്കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ ഒരു മോഡസ് ഓപ്പറാണ്ടിയെ കുറിച്ച് ഇപ്പോൾ അമേരിക്കൻ വിശകലന വിദഗ്ധൻ മൈക്കൽ റൂബിൻ ഇന്ത്യക്ക് കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്, അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇന്ത്യയോടുള്ള അവരുടെ പെരുമാറ്റം സ്ഥിരത കൈവരിക്കുന്നതിന് പകരം വഷളാകാൻ സാധ്യതയുണ്ടെന്ന് പുള്ളി പറയുകയാണ്. പോരാത്തതിന് പാകിസ്ഥാൻ ആക്രമിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ എനിക്കത് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. സാധാരണ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കും എന്നുള്ളത് ഈ ഘട്ടത്തിൽ അവർക്കൊരു നെഞ്ചിടിപ്പേറ്റുന്ന കാര്യമാണ്. പോരാത്തതിന് ഇന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്, പാകിസ്ഥാനിൽ 3.5 കോടി പേർ മരിക്കാതെ കാത്തത് ഞാനാണ്, പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ജീവൻ രക്ഷിച്ചത് ഞാനാണ് എന്നൊക്കെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതിനകം തന്നെ ആഴത്തിലുള്ള ആഭ്യന്തര രാഷ്ട്രീയം, സാമ്പത്തിക ദുർബലതയുമായി പൊരുതുന്ന പാകിസ്ഥാൻ, ഖത്തർ, തുർക്കി, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ബാഹ്യ സാമ്പത്തിക സൈനിക പിന്തുണയാൽ ഊർജിതമാവുകയാണെന്ന് പറയുന്നു. അതായത് തുർക്കിയും സൗദി അറേബ്യ എല്ലാം പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കാനായിട്ട് സപ്പോർട്ട് നൽകുന്നുണ്ടെന്നാണ് ഇയാൾ പറയുന്നത്. ഇതിനെ കൂട്ടായി ഒരു പുതിയ ഇഖ്വാൻ അച്ചുതണ്ട് എന്നാണ് വിളിക്കുന്നത്. റൂബിന്റെ അഭിപ്രായത്തിൽ ദുർബലമായ ഇന്ത്യയിൽ ചൈന തന്ത്രപരമായ നേട്ടം കാണുന്നു. ഇത് ന്യൂഡൽഹിയുടെ സുരക്ഷാ കണക്കുകൂട്ടലിനെ കൂടുതൽ സങ്കീർണമാക്കുമെന്ന് പറയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് അമേരിക്ക ഇന്ത്യക്ക് ഒരു മുന്നറിയിപ്പ് തരണമെങ്കിൽ അമേരിക്കയ്ക്ക് അതിന് മുന്നിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം കാണും. അല്ലാതെ അമേരിക്ക ആർക്കും അങ്ങനെ മുന്നറിയിപ്പ് കൊടുക്കാറില്ല. ഇപ്പൊ ഇന്ത്യയുടെ സുരക്ഷയിൽ അമേരിക്കയ്ക്ക് എന്താണ് ആശങ്ക എന്നുള്ളൊരു ചോദ്യമുണ്ട്. ചിലപ്പോൾ ഈ ചൈന കയറി പോകും എന്നുള്ളത് കൊണ്ടായിരിക്കാം. എന്തായാലും ഇന്ത്യക്കെതിരായ വിശാലമായിട്ടുള്ള ഗ്രേ സോൺ മത്സരത്തിൽ പാകിസ്ഥാൻ ഒരു ഭൗമ രാഷ്ട്രീയ ഉപകരണമായിട്ടാണ് വർത്തിക്കുന്നതെന്നാണ് ഇയാൾ പറയുന്നത്. എല്ലാവരും പാകിസ്ഥാനെയും ഇസ്ലാമാബാദിനെയും ഉപയോഗപ്പെടുത്തുകയാണ് പറയുന്നു. ഇന്ത്യയിലുള്ള ആഭ്യന്തര ശ്രമങ്ങളെ മുതലെടുക്കാനുള്ള ഒരു കാര്യമാണ് മറ്റൊന്ന് നടക്കുന്നത്. തുർക്കി, ഖത്തർ എന്നിവയ്ക്കൊപ്പം പാകിസ്ഥാൻ വിഘടനവാദ വികാരത്തെ പ്രോത്സാഹിപ്പിക്കാനും ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യയിലെ ചില വിഭാഗങ്ങളെ സ്വാധീനിക്കാനും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഇയാൾ പറയുന്നത്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഇളക്കി വിട്ടുകൊണ്ട് ഇന്ത്യയിൽ ആഭ്യന്തരമായിട്ടുള്ള കലാപം ഉണ്ടാക്കാനായിട്ട് ശ്രമം നടക്കും. തുർക്കി പ്രസിഡന്റ് റെജിപ് ത്വയ്യിപ് എർദോഗൻ അയാളുടെ വിദേശ നയം നവ ഒട്ടോമൻ അഭിലാഷങ്ങളെ രാഷ്ട്രീയ ഇസ്ലാമിൽ വേരൂന്നിയ ഒരു പ്രത്യയശാസ്ത്ര വിന്യാസവുമായി സംയോജിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. പാകിസ്ഥാനുമായിട്ടുള്ള ഏകോപനത്തിലൂടെ ദക്ഷിണേഷ്യയിലേക്ക് വ്യാപിക്കുന്ന ഒരു പ്രത്യയശാസ്ത്ര വിന്യാസമാണ് ഇവർ നടത്താൻ പോകുന്നത് എന്നുള്ളതാണ്. അതായത് ഇസ്ലാമിനെ ഇളക്കി വിട്ടുകൊണ്ടുള്ള ഒരു വലിയ ആക്രമണം പാകിസ്ഥാൻ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ അറ്റാക്ക് ചെയ്യും. ഇന്ത്യക്കകത്ത് മുസ്ലിംസിനെ ഇളക്കി വിട്ടുകൊണ്ട് ഇന്ത്യ സമ്പൂർണ്ണമായി പിടിച്ചടക്കാനുള്ള ഒരു ലക്ഷ്യം നടക്കുന്നുണ്ട്. അതിനിടയിൽ ദുർബലമായിട്ടുള്ള ന്യൂഡൽഹിയിൽ ചൈന വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു മുന്നറിയിപ്പാണിത്. അപ്പൊ ഇത് നമുക്ക് എത്രത്തോളം നമുക്ക് മുഖവിലേക്ക് എടുക്കാം എന്നുള്ളതാണ് എന്റെ ചോദ്യം. കഴിഞ്ഞ ദിവസം നമ്മൾ തേടിക്കൊണ്ടിരുന്ന ഭീകരൻ ലഷ്കർ-ഇ തോയ്ബയുടെ നേതാവ് കസൂരി മുന്നറിയിപ്പ്, ഒരു ഭീഷണി നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ കടൽ മാർഗം ഇന്ത്യയെ തകർക്കും. അതിപ്പോ 2008 നമ്മൾ കണ്ടതാണ്. കടൽ മാർഗമായിരുന്നു മറ്റേ ഈ മുംബൈ ആക്രമണത്തിനായിട്ട് ഭീകരന്മാർ എത്തിയത്. ആ മാർഗം ഞങ്ങൾ ഉപയോഗിക്കും, ഞങ്ങൾ ഇന്ത്യ, കാരണം ഇത് ഭീകരന്മാർ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുന്നതായിട്ടാണ് പലരും അതിനെ വ്യാഖ്യാനിക്കുന്നത്. അത് എന്താ നമ്മൾ പറയത്തില്ലേ, നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഓരോ ഡയലോഗ് അടിക്കുന്നത് പോലെയാണ് പറയുന്നത്. പക്ഷെ ഇതിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. കാരണം പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കുമെന്ന് ചോദിച്ചാൽ ഒരു ഫുൾ ഫ്ലെഡ്ജ് വാറിലേക്കുള്ള ആക്രമണമല്ലല്ലോ. പാകിസ്ഥാൻ നിരന്തരം ഇന്ത്യ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ ഭീകരരെ കടത്തി വിട്ടുകൊണ്ടും ഈ രാജ്യത്ത് ഈ ISIയുടെയും അല്ലെങ്കിൽ ഭീകരവാദ സംഘടനകളുടെ മൊഡ്യൂളുകൾ സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് നിരന്തരം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അല്ലാതെ പാകിസ്ഥാൻ പൊടുന്നനെ ഈ ഒരു അതിർത്തിയിലുള്ള ഏറ്റുമുട്ടൽ മാത്രമല്ല യുദ്ധം, ആഭ്യന്തരമായി തന്നെ അവർ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ട് പതിറ്റാണ്ടുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. കഴിഞ്ഞ ദിവസമാണ് 8 പേരെ പിടികൂടുന്നത്. തമിഴ്നാട്ടിൽ നിന്നും വെസ്റ്റ് ബംഗാളിൽ നിന്നുമായിട്ടുള്ള ഭീകരന്മാരെ 8 പേരെ പിടികൂടുന്നതും അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു മുന്നറിയിപ്പ്. ഇവിടെ നമുക്കറിയാം, അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യം വളരെ വ്യക്തമാണ്, അത് യാഥാർത്ഥ്യവുമാണ്. കാരണം ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അത് നിലനിൽക്കുന്നത് തന്നെ ഈ നമ്മുടെ ഈ ജിയോഗ്രഫിക്കൽ സ്ട്രാറ്റജിയിലെ പാകിസ്ഥാൻ എന്ത് റോളാണ് വഹിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക. കാരണം ഇന്ത്യയെ പോലെ ലോക സാമ്പത്തിക സ്ഥിതിയിൽ ഒന്നാമതെത്താൻ കുതിക്കുന്ന ഒരു വികസനത്തിൽ വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തെ തകർക്കാം. കാരണം അത് ഒരു ടൂളായിട്ട് പാകിസ്ഥാനെ യൂറോപ്യൻസും അമേരിക്കയും ചൈനയും എല്ലാം കാലാകാലങ്ങളിലായിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ്. ഈ ടൂളാണ് പാകിസ്ഥാന്റെ നിലനിൽപ്പിന്റെ ആധാരവും അത് തന്നെയാണ്. ഇങ്ങനെ ഒരു പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമുണ്ട്, അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു കൊട്ടേഷൻ നൽകാൻ എളുപ്പമാണ് എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് വലിയ രീതിയിൽ തന്നെ അമേരിക്കയും ചൈനയും ഒക്കെ പാകിസ്ഥാന് ഫണ്ടുകൾ നൽകുന്നത്, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇതേ നിലപാടിലേക്ക് ഇന്ത്യ മറ്റൊരു രാജ്യത്തെ കൂട്ടുപിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കൗതുകം ഇതിനകത്ത്. നമ്മളും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഒരു ബന്ധം, ആ ബന്ധത്തിന്റെ ഫലമായിട്ട് ഇപ്പൊ പാകിസ്ഥാനിൽ അനവധി ആക്രമണങ്ങൾ ഇന്ത്യ നടത്തുന്നു എന്നാണ്
പാകിസ്ഥാൻ ഭാഗത്ത്. പാകിസ്ഥാനിൽ ഇപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഫോടനം നടന്ന ഉടനെ തന്നെ അവരുടെ മന്ത്രി വന്നിട്ട് പറയുന്ന കാര്യം ദില്ലിയും കാബൂളും ചേർന്ന് നടത്തിയ ആക്രമണം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ നമ്മുടേതായ ഒരു ടൂൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതിനെ തടയിടുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ പാകിസ്ഥാൻ ഇക്കാലം അത്രയും യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അമേരിക്ക. അത് പാകിസ്ഥാന്റെ മന്ത്രി ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് UK വെച്ച് അത് ഖാജ ആസിഫ് തന്നെ തുറന്നടിച്ച കാര്യമാണ്. ഞങ്ങളെ കഴിഞ്ഞ 30 വർഷമായിട്ട് യൂറോപ്യൻസ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഞങ്ങളുടെ അവിടെ ഭീകര ക്യാമ്പുകൾക്ക് ഇവരാണ് ഫണ്ട് ചെയ്യുന്നത്, ഇവരാണ് ഞങ്ങളെ ഈ രാജ്യമാക്കി മാറ്റിയതെന്ന്. അതായത് അടി കിട്ടി കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഈ ചൈനയും ഇന്ത്യ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ് ചൈനയുടെ ലക്ഷ്യം. ചൈനയ്ക്ക് പ്രത്യക്ഷമായിട്ട് ഇന്ത്യ ആക്രമിക്കാൻ കഴിയില്ല, പകരം പരോക്ഷമായിട്ട് ഇത്തരം ഭീകര സംഘടനകളെ പ്രോത്സാഹിപ്പിച്ച് ആക്രമണം നടത്തുക എന്നുള്ളതാണ്. ഈ യുദ്ധം എങ്ങനെയാണ് തുടങ്ങുന്നത്? നമ്മളെ ഇത്തരത്തിൽ പഹൽഗാമിൽ യുദ്ധം തുടങ്ങി വെക്കുന്നത് പാകിസ്ഥാനാണ്. യുദ്ധം എന്ന് പറയുമ്പോൾ അതിർത്തി നടക്കുന്ന ഏറ്റുമുട്ടൽ മാത്രമല്ല, ശരിക്കും നമ്മളെ ആക്രമിച്ചത് പാകിസ്ഥാനാണ് പഹൽഗാമിൽ. ഇത്തരം ആക്രമണങ്ങൾ നടന്നു കഴിയുമ്പോൾ ഇപ്പൊ ചെങ്കോട്ടയിൽ ഒരു ആക്രമണം നടന്നു. അപ്പൊ ഇതിന്റെ എല്ലാം തിരിച്ചടി നമ്മൾ സൂക്ഷിക്കുകയാണ്, പലിശയുടെ സഹിതം തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ളൊരു മുന്നൊരുക്കമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ധൃതി പിടിച്ച് തന്നെ നമ്മുടെ സേനയ്ക്ക് വേണ്ടിയുള്ള ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ്. ഇന്ത്യ മാത്രമല്ല, ലോകത്തെ എല്ലാ രാജ്യങ്ങളും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നു. ചൈന അവരുടെ ആണവായുധ പോർമുനകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു, വലിയ രീതിയിൽ തന്നെ വർദ്ധിപ്പിക്കുന്നു. ഉത്തര കൊറിയ അവരുടെ പരിശീലനവും മറ്റു കാര്യങ്ങളും ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാവരും ഒരു യുദ്ധം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഇപ്പൊ നമ്മളുടെ തന്നെ അറിയാം, റഫേലിന് തൊട്ടു പിന്നാലെ നമ്മള് റഷ്യയുമായിട്ടൊരു വമ്പൻ കരാർ ഒപ്പിടാനുള്ള നീക്കത്തിലാണ്. 36 തൊട്ട് 40 Su-57 വിമാനങ്ങൾ വാങ്ങാനുള്ള ഒരു വലിയ കരാറിലേക്ക് നമ്മൾ നീങ്ങുന്നു. ഒപ്പം തന്നെ ഫ്രാൻസിന്റെ ഒരു പുതിയ ഓഫർ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മളത് എടുത്തേക്കും. ഫ്രാൻസിന്റെ 6ാം തലമുറ യുദ്ധവിമാനം, ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന റഫേൽ അടക്കമുള്ളത് 5ാം തലമുറ യുദ്ധവിമാനം, 6ാം തലമുറ യുദ്ധവിമാനം അത് വികസിപ്പിക്കാൻ പോവുകയാണ്. അതിന് ഫ്രാൻസും ജർമ്മനിയും അടക്കം ഒരു സഖ്യം രൂപീകരിച്ചിരുന്നു അത് രൂപപ്പെടുന്നതിന് വേണ്ടി. പക്ഷെ ജർമ്മനി അതിൽ നിന്ന് ഇപ്പൊ പിന്മാറിയിരിക്കുകയാണ്. ആ ജർമ്മനിയുടെ സ്ഥാനത്തേക്ക് അവർ ഇന്ത്യയാണ് കാണുന്നത്. അവർ പറയുന്നത് മുതൽ മുടക്കാൻ പൈസയുണ്ട്, പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ 6ാം തലമുറ യുദ്ധവിമാനം ഇന്ത്യയുമായി ചേർന്നുകൊണ്ട് നിർമ്മിക്കാൻ ഫ്രാൻസ് തയ്യാറെടുക്കുന്നു. ഇപ്പോൾ ഇന്ന് ശ്രീമാൻ നരേന്ദ്രമോദി ഇന്ന് ഇസ്രായേലിൽ എത്തിയിരിക്കുന്നു. അവിടെ എത്തുക എന്ന് പറഞ്ഞാൽ വെറുമൊരു സന്ദർശനമല്ല. ആ ഒരു ലക്ഷ്യത്തില് ആയുധങ്ങളുടെ തന്നെ ഒരു വലിയൊരു കരാർ ഒപ്പിടുക എന്നുള്ളത് തന്നെയാണ്. അയൺഡോം ഉൾപ്പെടെയുള്ള, ഇല്ലെങ്കിൽ അവരുടെ ഏറ്റവും മികച്ച വജ്രായുധം തന്നെ ഇന്ത്യയിൽ എത്തിക്കാനുള്ള നീക്കം. ഇതെല്ലാം ധൃതി പിടിച്ച് നടപ്പാക്കുന്നതിന്റെ കാര്യം തന്നെ നമ്മളൊരു അതിവിദൂര ഭാവിയിലല്ലാതെ തന്നെ ഒരു യുദ്ധമുഖത്തേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഇവിടെയാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. ഇത് നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ ഭീകര സംഘടനകൾ ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമിക്കുന്നുണ്ട്. അതിനവർ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ വിലക്കെടുത്തുകൊണ്ട് അത്തരം നീക്കങ്ങൾ നടത്തുന്നുണ്ട്. കർഷക പ്രക്ഷോഭം വീണ്ടും സജീവമാകുന്നു. ഒപ്പം തന്നെ ചെറിയ ചെറിയ വിഷയങ്ങൾ വലിയ രീതിയിൽ കത്തി പടർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. AI-യുടെ പരിപാടിക്ക് പോലും ആ രാജ്യത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തും. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സംഘർഷത്തിലേക്ക് നീങ്ങണം, ഇതൊരു കലാപത്തിലേക്ക് നീങ്ങണം, അങ്ങനത്തെ ഒരു രീതിയിലേക്ക് ഇത് മാറ്റിയെടുക്കും. പക്ഷെ ഇപ്പൊ പഴയതുപോലെ നമ്മുടെ രാജ്യത്ത് ഈ മുസ്ലിം സമൂഹത്തിൽ തന്നെ ഇവർക്കെതിരെ തന്നെ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. കാരണം സ്വസ്ഥതയോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. മുമ്പ് അവരുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ ഇന്നിപ്പോ അവരുടെ ഭാഗത്തുനിന്ന് അത്ര രീതിയിലുള്ള സപ്പോർട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുക്കിനും മൂലയ്ക്കും റെയ്ഡ് നടക്കുകയാണ്. അതായത് സാമ്പത്തിക സഹായം ചെയ്തവർ പോലും അകത്താകുന്ന ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. സ്വാഭാവികമായി നമ്മൾ ചിലപ്പോൾ ആ ഒരു സംഘടന എന്ന പേരിൽ, ഇല്ലെങ്കിൽ ഇങ്ങനെ പോകട്ടെ, അവര് ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണല്ലോ എന്ന് കരുതി ഒരു 100 രൂപ കൊടുക്കുന്നവനും കുരുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവർ തന്നെ വലിയൊരു വിഭാഗം ഇവരോട് തള്ളിപ്പറയുകയല്ല, സഹകരിക്കാതിരിക്കുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഒരു രീതി ഇപ്പോൾ പ്രധാനമായും മാറിയിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം എന്നുള്ള രീതിയിലേക്ക് മാറി. കാരണം അതിനകത്തൊരു വലിയ വിഭാഗം ആളുകളും കരുതുന്നു ഈ ഭീകര സംഘടനകൾ, ഇല്ലെങ്കിൽ അവരുടെ ആശയം പേര് ജീവിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിനെ പോലുള്ള സംഘടനകളുമാണ് തങ്ങളെ ഒരു വഴിക്കാക്കിയത്, ഇല്ലെങ്കിൽ ഞങ്ങളെ ഈ മുഖ്യധാരയിൽ നിന്ന് അകറ്റുന്നതിന് ഒരു വലിയ പങ്ക് അവർ വഹിച്ചിട്ടുണ്ട് എന്നൊരു തോന്നൽ അവർക്ക് വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ കിടന്നിട്ട് ഈ നിങ്ങളെ കൊല്ലും തിന്നും എന്ന് പോപ്പുലർ ഫ്രണ്ട് പറയുകയും അതിന് സമാനമായ രീതിയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭീകരാക്രമണം നടക്കുകയും ചെയ്യുമ്പോൾ അതൊരു സമുദായത്തിന് മുകളിൽ വരിക എന്ന് പറയുന്നത് സ്വാഭാവികം മാത്രമാണ്. ലോകത്തെല്ലായിടത്തും ഭീകര പ്രവർത്തനം നടത്തുന്ന ഒരു സമുദായം ഈ കേരളത്തിൽ നമുക്ക് ചിലപ്പോൾ ശരിയായിരിക്കും, അങ്ങനൊന്നും അവർ ചെയ്യുന്നില്ല. നമ്മൾ കേരളത്തിൽ കിടന്നല്ലേ മുദ്രാവാക്യം വിളിച്ചത്, എന്താണ് അരി കുന്തിരിക്കും ഒക്കെ വാങ്ങി വെക്കുക എന്നുള്ള മുദ്രാവാക്യം കേരളത്തിലല്ലേ മുഴക്കിയത്. അപ്പം ഇതിന് സമാനമായി വരുമ്പോഴാണ് പോകുന്നത്. അപ്പം കേരളത്തിൽ വളരെ ശക്തമായി ദക്ഷിണേന്ത്യ അടക്കമുള്ള ഇടങ്ങളിൽ ഇത്തരം സംഘടനകൾ സജീവമാണ്. ഈ സ്ലീപ്പർ സെല്ലുകൾ സജീവമാണ്. അവരൊരു 2ാം പൗരത്വ ഭേദഗതി സമരം എന്ന് പറയുന്നത് ഞാൻ അതിനെ 1ാം ഒരു സമരമായിട്ടാണ് കാണുന്നത്. ഈ അവരുടെ 1ാം സ്വാതന്ത്ര്യ സമരമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അവർ ഈ രാജ്യം പിടിച്ചെടുക്കാനുള്ള ഒരു ട്രയൽ റൺ പോലെയാണ് ഞാൻ കാണുന്നത്. ഇപ്പൊ അവർ 2ാമതൊന്ന് പ്ലാൻ ചെയ്തിരുന്നു. പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്നതിന് മുമ്പ് 2ാം
ഈ പൗരത്വ ഭേദഗതി സമരം ദില്ലിയിൽ പ്ലാൻ ചെയ്തിട്ട് 7ഓളം സംഘടന ഉണ്ടായിരുന്നു. അതിനകത്ത് പോപ്പുലർ ഫ്രണ്ട്, SDP അടക്കം 7ഓളം സംഘടന ഉണ്ടായിരുന്നു. പിന്നീട് നടന്നില്ല, ഉമ്മാരെ പൂട്ടിയത് കൊണ്ട് നടന്നില്ല. അതിനുശേഷം അതിനിപ്പോ വലുതായിട്ട് ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല എന്ന് കണ്ടതുകൊണ്ട്, കാരണം അതിന് വലിയ പിന്തുണ ഇനി ബാക്കിയുള്ള സമൂഹത്തിൽ നിന്ന് കിട്ടില്ല, ഇവന്മാർ മാത്രം ഇറങ്ങേണ്ടതായിട്ട് വരും. ഇപ്പൊ അതുകൊണ്ട് ഇപ്പൊ കർഷക പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരിക, ഇല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിൽ ഓരോ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമം നടക്കുന്നു. ഒപ്പം തന്നെ ഭീകരാക്രമണത്തിന് സാധ്യതകൾ വളരെ കൂടുതലുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളൊരു വാർത്ത ചെയ്താണ്, ദില്ലിയിൽ സൈന്യത്തെ ഇറക്കിക്കൊണ്ട് പട്രോളിംഗ് ഉൾപ്പെടെയുള്ള നടത്താനും അവിടെ സുരക്ഷ ശക്തമാക്കേണ്ട ഒരു സാഹചര്യം വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലക്ഷറി തോയ്ബ IED സ്ഫോടനം നടത്തുന്ന ഒരു ഇന്റലിജൻസ് വിവരത്തെ തുടർന്നായിരുന്നു. അപ്പം നടത്താൻ, കാരണം ബംഗ്ലാദേശികളെ കൂടെ കൂട്ടുപിടിച്ചിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ ഒരു ശ്രമമാണ്. കാരണം ഇനിയൊരു ആക്രമണം ഇവിടെ എവിടെയെങ്കിലും നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമുക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ, ഇന്ത്യ അടങ്ങിയിരിക്കില്ല, അടിക്കുക തന്നെ ചെയ്യും. ഇന്നിപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം കേട്ടില്ലേ, ഞാൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഷഹബാസ് ഷെരീഫിനെ അവർ കൊന്നതിന് 3.5 കോടി പാകിസ്ഥാനികളെ അവർ ചുട്ട് ചാമ്പലാക്കിയതിന് ഞാൻ ഇടപെട്ടുകൊണ്ട് ജീവൻ രക്ഷിച്ചു എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്ന ഒരു കാര്യം. അത് ഏറെക്കുറെ ശരിയായിരുന്നു. ഷഹബാസ് ഷെരീഫ് അന്നത്തെ രാത്രിയിൽ ഞാനും ധനുഷും തമ്മിലായിരുന്നു ലൈവിൽ ഇരുന്നതെന്ന് എനിക്ക് ഇപ്പോൾ നമ്മൾ ഇരുന്നിരുന്നു. ആ സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഷഹബാസ് ഷെരീഫ് ജീവനും കൊണ്ട് ഓടി ബങ്കറിൽ കയറി ഒളിച്ചു, ഇസ്ലാമാബാദിനടുത്ത് നമ്മുടെ മിസൈൽ വീണ് കഴിഞ്ഞപ്പോൾ തന്നെ. അപ്പോ നമുക്ക് അയാളെ കൊല്ലാൻ പാടില്ലഞ്ഞിട്ടല്ല ആ മിസൈൽ മാറ്റി 20 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് നമ്മൾ കൊണ്ട് ഇട്ടത്. കൊല്ലുകയല്ല ലക്ഷ്യം, നിങ്ങൾക്കും ഞങ്ങളുടെ മുനയിൽ, ഞങ്ങളുടെ തോക്കിന് മുൻപിലാണ് നിങ്ങൾ എന്നുള്ളത് ബോധ്യമാക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പം ഷഹബാസ് ഷെരീഫിനെ കൊല്ലണമെങ്കിൽ നമുക്ക് എന്താ കൃത്യതയോടെ അത് ചെയ്യാൻ, അദ്ദേഹത്തിന്റെ വസതിക്ക് പോകും ഇത് മിസൈൽ ആക്രമണം നടത്താമായിരുന്നല്ലോ. നമ്മളത് ചെയ്യാൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു മുന്നറിയിപ്പാണ്. ഇതാ ഞങ്ങൾക്ക് ഇവിടെ വരെ എത്തിയത് ഇതൊരു സൂചനയാണ്, ഇവിടെ കൊണ്ട് നിർത്തിക്കോ പരിപാടി, ഇല്ലെങ്കിൽ നിങ്ങളും പോകുമെന്ന്. അന്ന് ഇവിടെ സൈനിക മേധാവികളെല്ലാം ഒളിവിൽ പോയത് നമ്മൾ കണ്ടതാണ്. അതൊക്കെ ട്രംപ് പറയുന്നത് ഭാഗികമായി ശരിയുണ്ട്, കുറച്ച് തള്ളിയിട്ടുണ്ട്. 3.5 കോടി ജനത്തിനൊന്നും കൊല്ലാൻ ഇന്ത്യ ഒരിക്കലും മുതിരത്തില്ല. പിന്നെ ഷഹബാസ് ഷെരീഫിനെ കണക്കൊരു പാവം മനുഷ്യനെ ഇന്ത്യ ഒരിക്കലും കൊല്ലാനും സാധ്യതയില്ല. മുനീർ ആണെന്ന് പറഞ്ഞാൽ പോലും നമുക്കുണ്ട്. ഷഹബാസ് ഷെരീഫ്, കാജ ആസിഫ് എന്നൊക്കെ പറഞ്ഞ വെറും പാവങ്ങളാണ്, വെറും പാവകളാണ് അവര്. അവർക്കൊന്നും വലിയ റോൾ ആ രാജ്യത്തില്ല. അത് എനിക്ക് പലപ്പോഴും കഷ്ടം തോന്നാറില്ല, അന്താരാഷ്ട്ര വേദികളിലൊക്കെ ഷഹബാസ് ഷെരീഫ് നിൽക്കുന്നത് കാണുമ്പോൾ. ഒരു എന്താ പറയുക, ഒന്നും അറിയാൻ മേലാത്ത ഒരു കൊച്ചു കുഞ്ഞു വന്ന് നിൽക്കുന്നത്, ആർക്കും ഒരു വിലയും നിലയില്ല, തട്ടിക്കളിക്കുന്ന ഒരു പാവത്തെ കണക്കാണ്. ഒരു പ്രധാനമന്ത്രിയാണെന്നെങ്കിലും ഒരു വില വെക്കണ്ടേ. അപ്പം ഈ മുനീറൊക്കെയാണ് ഇപ്പൊ അവിടുത്തെ റോഡുകൾ കൈകാര്യം ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് പോകുമ്പോഴാണ് ഈ മുന്നറിയിപ്പിന് പ്രസക്തമാകുന്നത്. ഇനിയിപ്പോ 2 കാര്യങ്ങളുള്ളൂ. ഒന്ന്, ഇപ്പൊ ട്രംപ് ഇപ്പൊ ഇടഞ്ഞു നിൽക്കുക വീണ്ടും. കാരണം വ്യാപാര കരാറിന്റെ ചർച്ചയിൽ നിന്ന് ഇന്ത്യ കുറെ പിന്നോക്കം പോയി, ഇപ്പൊ ഉടനെ ഒന്നും ഒപ്പിടുന്നില്ല എന്ന് പീയൂഷ് ഗോയൽ തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടെ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം ട്രംപ് ഒരു വലിയ മുന്നറിയിപ്പൊക്കെ നൽകിയിരുന്നു. കോടതി വിധിയുടെ മറവിൽ ഞങ്ങളോട് കളിക്കാനാണെങ്കിൽ തീർത്ത് കളയും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട്. അപ്പൊ ആ സാഹചര്യം വെച്ചിട്ട് ചിലപ്പോൾ പാകിസ്ഥാനെ ഉപയോഗപ്പെടുത്താം, ഇത്രയും സംഘർഷത്തിലേക്ക് ചൈനയ്ക്ക് വേണേൽ ഉപയോഗപ്പെടുത്താം. പക്ഷെ പാകിസ്ഥാൻ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പാകിസ്ഥാൻ തന്നെ ചിലപ്പോൾ ഇന്ത്യയായിട്ടൊരു ചെറിയ സംഘർഷത്തിന് സാധ്യതകൾ തേടുന്നുണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഒരു ഭാഗത്ത് അഫ്ഗാനിസ്ഥാൻ കയറി പണി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് മുതൽ. അവർ അതിർത്തിയിൽ വെടിവെപ്പ് ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോ. അപ്പൊ അവിടെ നടക്കുന്നു, പഞ്ചാബ് പ്രവിശ്യയിൽ സ്ഫോടനം നടക്കുന്നു, ബലൂചിസ്ഥാനിൽ പ്രശ്നം നടക്കുന്നു. അതായത് പാകിസ്ഥാന്റെ കയ്യിൽ നിൽക്കില്ല ബലൂചിസ്ഥാൻ എന്നുള്ള അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കും. ഇതിൽ നിന്നൊക്കെ അവരുടെ രാജ്യത്തെ ജനങ്ങളെ ശ്രദ്ധ മാറ്റിവിടാനും ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണം നടത്തി ഒരു ടെൻഷന്റെ മുൾമുനയിൽ നിർത്തുക പാകിസ്ഥാനെ. ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണം നടത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്തായിരിക്കും പാക് ഭരണകൂടം പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പ്, നിങ്ങൾ കരുതിയിരിക്കുക, തിരിച്ചടി ഏത് നിമിഷം ഉണ്ടാകും. ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടുത്തെ ജനം എല്ലാം മറന്ന് ഇത് നോക്കിയിരിക്കും. ഇതാണ് അവരുടെ ഒരു ടെക്നിക്ക്. ഏതായാലും അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതിപ്പോ നമ്മൾ പറയുമ്പോൾ ആൾക്കാർക്കും തേങ്ങ എപ്പോഴാണ് ഉടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യമല്ല ഇത്. കാരണം യുദ്ധം തുടങ്ങുക, യുദ്ധം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഓരോരോ റീസന്റെ വിഷയങ്ങളാണ്. ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്, അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. പക്ഷെ അതിന് ആ ഒരു മുന്നറിയിപ്പ് വളരെ ഗൗരവതരമായ ഒരു മുന്നറിയിപ്പാണ്. ഒരുപക്ഷെ തനുഷ് സൂചിപ്പിച്ചതുപോലെ ചൈനയുടെ ഒരു കൈയുണ്ട് ഇതിലെന്ന് പറയുന്നു. ഒരുപക്ഷെ ചൈന ഇല്ലാന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ചൈനയും പാകിസ്ഥാനെ യൂസ് ചെയ്യുന്നുണ്ട് നമുക്കെതിരായിട്ട്, അമേരിക്ക യൂസ് ചെയ്യുന്നുണ്ട്. മുമ്പ് യൂറോപ്യൻ കൺട്രീസ് പലതും നമ്മളെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ചൈനയും അമേരിക്കയും കൂടുതലായിട്ട് പാകിസ്ഥാനെ വെച്ചിട്ടാണ് ഇന്ത്യക്കെതിരെയുള്ള കളികളും കരുക്കളും നീക്കുന്നത്. അപ്പോൾ ഈ മുന്നറിയിപ്പ് വളരെ ഗൗരവതരമായ ഒരു മുന്നറിയിപ്പായിട്ട് തന്നെ നമ്മൾ ഇതിനെ കാണേണ്ടി വരും.